ഇന്ന് ശാസ്തമംഗലത്ത് KPCCയുടെ നിർവാഹക സമിതി കൂടുകയാണ്. പുതിയ ഭാരവാഹികളൊക്കെ അവർ ഇലക്ഷന് മുന്നേ തിരഞ്ഞെടുത്തിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഇലക്ഷനിലേക്ക് പോവുകയായിരുന്നു. ഇപ്പോൾ ഈ നിർവാഹക സമിതി കൂടുന്നതിൻ്റെ പിന്നിൽ എന്തായിരിക്കും അതിൻ്റെ രഹസ്യങ്ങൾ? അല്ല, കൂടുന്നതിൻ്റെ പിന്നിൽ രഹസ്യമൊന്നുമല്ല. നമ്മളിപ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കമ്മിറ്റിക്ക് ഒരു നിർവാഹക സമിതി യോഗം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ ഓരോന്നുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും സംഘടനയായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാവും. അപ്പൊ സംഘടനയുടെ അമരത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ അവരുടെ ഒരു നിർവാഹക സമിതി യോഗം വിളിച്ചു കൂട്ടുന്നത് സ്വാഭാവികമാണ്. അപ്പൊ ഇത്തരത്തിൽ KPCCയുടെ ഒരു നിർവാഹക സമിതി യോഗം ഈ പറയുന്ന രീതിയിൽ ഇന്ന് ശാസ്തമംഗലത്ത് അവരുടെ ഓഫീസിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് സണ്ണി ജോസഫാണ് അവരുടെ പുതിയ പ്രസിഡന്റ്. അതില് പുതിയതായിട്ട് ഭാരവാഹികളായിട്ട് നിരവധി അപ്പൊ വിഷ്ണുനാഥ് വന്നിട്ടുണ്ട്, ഷാഫി പറമ്പിൽ വന്നിട്ടുണ്ട്, അങ്ങനെ നിരവധി പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ ഇതിനു മുമ്പ് KPCC ഓഫീസ് എങ്ങനെ കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായി എന്നുള്ളത് പറയേണ്ടി വരും. ഇത് കോൺഗ്രസിന്റെ KPCC തുടങ്ങിയ കാലം മുതൽ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആ സീറ്റ് എന്ന് പറയുന്നത് ഒരു ഹോട്ട് സീറ്റാണ്. A.O. ഹ്യൂം എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷുകാരനാണ് ഈ കോൺഗ്രസിന്റെ തുടക്കത്തിലൊക്കെ ഇതിന്റെ തലപ്പത്തുണ്ടായിരുന്നത്. ആനി ബസന്റ് ഒക്കെയാണ് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ വെള്ളക്കാരാണ് ഈ കോൺഗ്രസിന്റെ തുടക്കക്കാരൊക്കെ. ഇപ്പൊ കോൺഗ്രസ് ഉണ്ടാക്കിയത് തന്നെ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം പിരിച്ചുവിട്ടെന്നാ പറയുന്നത്. പിന്നെ ഇവര് ഉണ്ടെന്ന് പിന്നീട് എന്റെ കഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരു കമ്മിറ്റി ഈ പറയുന്ന ഹോട്ട് സീറ്റിലിരുന്ന് K. സുധാകരനെ തെറിപ്പിക്കണം എന്നുള്ളത് ഇവരുടെയൊക്കെ ആഗ്രഹമായിരുന്നു. കാര്യം ആരും അങ്ങനെ ഒരു തൃപ്തിയോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല. ഈ KPCC പ്രസിഡന്റ് പദത്തിൽ നിന്ന് ആരും തൃപ്തിയോടെ ഇറങ്ങിപ്പോയിട്ടില്ല. ഇപ്പൊ നിലമ്പൂർ ഇലക്ഷന് മുന്നെയാണ് ഇവർ വന്നെന്ന് വിജയ് ഇപ്പൊ പറഞ്ഞു. അവർ അവിടുന്ന് നേരെ നിലമ്പൂർ ഇലക്ഷനിലേക്ക് പോയി. നിലമ്പൂർ ഇലക്ഷനിൽ ഒരു പക്ഷേ, ഞാൻ പറയുന്ന ഒരു ഭാവന മാത്രമാണ്, ഈ നിലമ്പൂർ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്തെങ്കിലും സംഭവിച്ചെന്നിരിക്കട്ടെ, തോറ്റിട്ടില്ല, തോറ്റു എന്നിരിക്കട്ടെ, എന്തായിരിക്കും ഇന്നത്തെ ഈ കമ്മിറ്റിയിലെ തല്ല്? എന്തുകൊണ്ട് പുതിയ പ്രസിഡന്റ്, പുതിയ ഭാരവാഹികൾ നല്ലവണ്ണം പണിയെടുത്തില്ല? അതൊരു ചോദ്യം വരും. ഇവിടെ അങ്ങനെ ആ ചോദ്യം ഒന്നും ഇന്ന് ഉണ്ടാക്കാൻ വഴിയില്ല. ഇന്ന് അവിടെ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ജയിക്കാനുള്ളത് കോൺഗ്രസിന്റെ ആവശ്യമായിരുന്നു. അവിടെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ സുധാകരനെ അവിടുന്ന് അവർ പറഞ്ഞു വിട്ടു. പഞ്ചായത്ത് ഇലക്ഷൻ പോലും കഴിയുന്നതിന് മുമ്പ് K. സുധാകരനെ പറഞ്ഞു വിട്ടു. ഇപ്പോഴും കാലാകാലങ്ങളിൽ ഒരു KPCC നേതാവ് ഒരു ഇത്തരത്തിലൊരു ഭാരവാഹിത്വം ഉണ്ടാകും. ആ ഭാരവാഹികൾക്കിടയിൽ ഒരു പ്രസിഡന്റ് ഉണ്ടാകും. പ്രസിഡന്റ് കൂടെ നിൽക്കുന്ന കുറെ ആൾക്കാരും ഉണ്ടാകും. ഇപ്പൊ K. സുധാകരനൊപ്പം നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതിൽ K. മുരളീധരൻ ഉണ്ടായിരുന്നു, വേറെ കുറച്ചു പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ അവർക്കൊക്കെ ഇത് വിഷയമായിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിനെ മാറ്റിയത്. അപ്പൊ ഇദ്ദേഹത്തിനെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സണ്ണി ജോസഫ് വന്നിട്ടുണ്ട്. സണ്ണി ജോസഫ് വന്നതിന് ശേഷം ഈ നിലമ്പൂർ ഇലക്ഷൻ നടന്നു. നിലമ്പൂർ ഇലക്ഷനിൽ അവർ മധുരം കൊടുത്ത് ആഘോഷിച്ചു. ഇനി ഇതിന്റെ ക്രെഡിറ്റ് തർക്കം നടക്കുന്നുണ്ട്. ഒരു വിഭാഗവും അതിന്റെ മറുവിഭാഗവും തമ്മിൽ തർക്കം നടക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു ധാരണയാകണം. ആ ക്രെഡിറ്റ് തർക്കം ഇനി പാടില്ല. കോൺഗ്രസിൽ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണ്. സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. ആർക്കും ആരെയും എവിടെയും പറയാം. അപ്പൊ അത്രയും കൂടിപ്പോയി. അപ്പൊ അതിപ്പോ മാത്യു കൊള്ളനാട് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള തർക്കം? ഒരാൾ പറഞ്ഞ് ക്യാപ്റ്റൻ സതീശൻ എന്ന് പറയും. സതീശനാണ് ഇതിന്റെ വിജയം ക്യാപ്റ്റൻ. ഉടൻ തന്നെ സതീശൻ പറഞ്ഞ് ഞാൻ ക്യാപ്റ്റൻ അല്ല. രമേശിന്റെ ചോദിച്ചപ്പോൾ രമേശ് പറഞ്ഞു ഞാൻ ക്യാപ്റ്റൻ അല്ല എന്ന് പറഞ്ഞു. എന്നാൽ സതീശൻ പറഞ്ഞു അദ്ദേഹം മേജറാണ്, ഞാൻ ക്യാപ്റ്റനാണ്. അപ്പൊ ഇങ്ങനെ ഈ കൊച്ചുകുട്ടികള് ഒരു കാര്യത്തിന് വേണ്ടി തല്ലുകൂടുന്നു. സതീശന്റെ തന്നെ K. സുധാകരനുമായിട്ട് ഇതുപോലെ ഒരു വാഗ്വാദം നടന്നത് കുറച്ചു നാൾ മുന്നേ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. K. സുധാകരന് അറിയാമല്ലോ. K. സുധാകരൻ ഒരു ശരിക്കും ഒരു പച്ചയായ മനുഷ്യനാണ്. പറഞ്ഞോളൂ, എന്തെങ്കിലും പറഞ്ഞോളൂ. അല്ല, പച്ചയായ മനുഷ്യനാണ് അന്ന് പറഞ്ഞത്. ഒരു പച്ചയായ വാക്കാണ് അദ്ദേഹം പറഞ്ഞ, പച്ചയായ വാക്കാണ്. നമ്മളെല്ലാം പറയുന്ന വാക്കാണ്. പക്ഷെ എന്നിട്ട് പിന്നെ അദ്ദേഹം ന്യായീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അത് നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്നതാണ്. അതായത് എനിക്കൊന്ന് വിജയ് പറയണത്, ഈ ഇവിടുത്തെ തൃക്കാക്കര ബൈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആ ഇലക്ഷന്റെ വിജയത്തിന്റെ ആ ഇതിനെ ഒരു പത്രസമ്മേളനത്തിൽ മൈക്ക് ഞാൻ എടുത്തു വെച്ചിട്ട് ഞാൻ സംസാരിക്കാം, അല്ല നിങ്ങളല്ല ഞാൻ. അതല്ല സതീശൻ വൈകിയ ഒരു വേള ഉണ്ടായിരുന്നു. ഒരു പരിപാടിക്ക് പോയിട്ട് ഇങ്ങനെ എവിടെ പോയി എന്ന് നിങ്ങളുടെ ചെവിയിൽ ചോദിക്കുന്നത്. അത് തെറിയാണ് വായിൽ വന്നത്. അപ്പൊ ഇതൊക്കെയാണ് അവരുടെ ഒരു ഡാഷ്. അത് കറക്റ്റ്, അത് എല്ലാവരും പറയുന്ന ഭാഷയാണ് എന്ന് വരെ സതീശന് പറയേണ്ടി വന്നു, അല്ലെ? അപ്പൊ അത്തരത്തിൽ ക്രെഡിറ്റ് തർക്കം. അപ്പൊ ദീപാദാസ് മുൻഷി എന്ന ഈ എല്ലാ കാലാകാലങ്ങളിലും
കോൺഗ്രസിനകത്ത് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ആളിനെ ഇത് കാര്യങ്ങൾ നോക്കാനായിട്ട് ഏൽപ്പിക്കും. ഇവിടെ AICC ഹൈക്കമാൻഡ് ഒരു പ്രതിനിധിയെ ഏൽപ്പിക്കും. അത്തരത്തിൽ ഇപ്പൊ ചാവേറായിട്ട് വന്നിരിക്കുന്നത് ദീപാദാസാണ്. ഇത് ചാവേറാണ്. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ തമ്മിത്തല്ലിന് ഒതുക്കാനേ നേരം കിട്ടില്ല. കാര്യം നമ്മളെ സ്വന്തം കാര്യമായിരിക്കില്ല. നമ്മുടെ സ്വന്തം കാര്യം നമുക്ക് സോൾവ് ചെയ്യാൻ പ്രഷർ കയറ്റിയാൽ ചിലപ്പോൾ അതിന് എന്തെങ്കിലും ഗുണം ഉണ്ടായാൽ നമുക്ക് സന്തോഷം, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇത് ഇവരെയൊക്കെ തമ്മിലടിക്കാൻ തീർക്കാൻ നടത്താം, ഇവർക്ക് വല്ല നേട്ടം കിട്ടും. അങ്ങനെ ദീപാദാസ് ഈ പറയുന്ന രീതിയിൽ ഇത് തീർക്കാനായിട്ട് നടന്നാൽ ഇവരെങ്ങും എത്താനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു വരുന്നത് നേതൃത്വത്തിന് പക്വത വേണം, പക്വത കാണിക്കണം എന്ന് AICC അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിലമ്പൂർ വരുന്ന തെരഞ്ഞെടുപ്പ്, അതിപ്പോൾ നിലമ്പൂർ കഴിഞ്ഞു, ഇനിയിപ്പോൾ അവർ നോക്കാണ്ട് വരുന്ന തെരഞ്ഞെടുപ്പാണ്, വരുന്ന പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ, കോർപ്പറേഷൻ ഇലക്ഷൻ, ഇതൊക്കെ അവർ നോക്കേണ്ടതാണ്. അപ്പോൾ ഈ കോർപ്പറേഷൻ ഇലക്ഷനിൽ നോക്കുമ്പോൾ മലപ്പുറം പോലൊരു സ്ഥലത്ത് അൻവർ ഫാക്ടർ നിഴലിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഇത് KPCCയുടെ പരിപാടി നടക്കുമ്പോൾ മലപ്പുറത്ത് പിന്നെ മലപ്പുറത്ത് ജയവുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ ഒരു പ്രത്യേക കമ്മിറ്റി നടക്കുന്നുണ്ട്, മുസ്ലിം ലീഗ് അൻവറിനെ കൂടെ കൂട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം ലീഗ് അങ്ങനെ ആരാണ് പ്രസ്താവന ഇറക്കിയത്? അല്ല, അവർ എത്രയോ പേര് ഇറക്കി. അൻവർ ഒരു ഫാക്ടറാണ്, 20,000-ലധികം വോട്ട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അത് ഫാക്ടറാണെന്ന് പറഞ്ഞു. ET മുഹമ്മദ് ബഷീർ പറഞ്ഞു, അവരുടെ സാധുക്കലി തങ്ങൾ പറഞ്ഞു. അപ്പൊ അവർക്ക് മലപ്പുറത്ത് ജയിക്കേണ്ടത് അവരുടെ ഒരു ആവശ്യമാണ്. നമ്മൾ തന്നെ ഇവിടെ സംസാരിക്കുമ്പോൾ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. അതായത് അൻവറിന്റെ 20,000 വോട്ട് അൻവറിന് ഇപ്പൊ കിട്ടിയത് ചേട്ടൻ പറയുന്നത് അൻവറിനെ മുസ്ലിം ലീഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അൻവറിന് വിജയം ഉറപ്പാണെന്നാണ് പറയുന്നത്. അല്ല, അതോ അൻവറിന്റെ അതായത് അൻവർ ഇപ്പൊ നിയമസഭയിൽ ആണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. അൻവർ 2 ടൈം അവിടെ MLA ആയിരുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഒരു സ്വതന്ത്രൻ, ഒരു ബാനറിന്റെ കീഴിലല്ല, അദ്ദേഹം ഒരു TMC എന്ന് പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ തൃണമൂൽ കോൺഗ്രസിന്റെ ആളായിട്ടാണ് ഇവിടെ മത്സരിച്ചത്. അപ്പൊ അങ്ങനെ മത്സരിച്ച ഒരാൾക്ക് 10 വർഷത്തിനടുത്ത് ആ മണ്ഡലത്തിൽ MLA ആയിരുന്നതിന്റെ അദ്ദേഹത്തിന്റെ ഒരു ഗ്രിപ്പാണ് അദ്ദേഹത്തിന് ഈ കിട്ടിയ വോട്ട്. 19,000 എന്ന് പറഞ്ഞ ചില്ലറ വോട്ടല്ല, 20,000-ത്തിനടുത്ത് വോട്ടുണ്ട്. അത് ഈ മുസ്ലിം പിന്നെ തിക് പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ് മലപ്പുറത്ത് എന്ന് പറഞ്ഞാൽ. ഈ പറയുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് നിലമ്പൂർ ഒരു അല്പം കുറവന്നേ ഉള്ളൂ, മുസ്ലിങ്ങളുടെ കുറവന്നേ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് അദ്ദേഹത്തിന് എടുക്കണമെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിലേക്ക് അദ്ദേഹത്തിന് എടുത്തുകൂടെ എന്ന് ഇവിടെ ചിലർ ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ ചില പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നു. അത് ഈ UDF-ലുള്ളവരാണോ ചോദിക്കുന്നത്? അല്ലല്ല, എന്തുകൊണ്ട് അങ്ങനെ അത്ര ഇഷ്ടമാണെങ്കിൽ ഈ നിരീക്ഷകന്മാരുണ്ടല്ലോ കുറെ ഈ ചാനൽ ചർച്ചകൾ വന്നിരിക്കുന്നത്. UDF ഒരിക്കലും അതിന് ആഗ്രഹിക്കുന്നില്ല എന്നുള്ള സത്യമല്ലേ? UDF എന്ന് പറഞ്ഞാൽ മൊത്തത്തില്, അതായത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല എന്ന് വെച്ചാൽ കോൺഗ്രസിനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വെച്ചാൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം ഇതൊരു വെട്ടാൻ വരുന്ന പോത്താണ്. ഈ വെട്ടാൻ വരുന്ന പോത്ത് അല്ലെങ്കിൽ ഒറ്റ കൊമ്പനാണ്. ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ഒരു പ്രത്യേക കഴിവ് വേണം. ആര്? PV അൻവർ. സതീശൻ അത് മറ്റൊരപ്പുറം. അതായത് 2 ഈഗോകളാണ്. 2 ഈഗോകൾ ഒരുമിച്ച് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ ഒരു ഈഗോ താഴോട്ട് തരണം, അല്ലെങ്കിൽ ഒരു ഈഗോ ഒഴിഞ്ഞു പോകണം. ഇതങ്ങനെയില്ല, രണ്ടും ഒരേപോലെ നിൽക്കുന്നു. അവർ രണ്ടും ഒരുപോലെ നിൽക്കുമ്പോൾ ആരെ കൂടെ നിൽക്കും? നേതൃത്വത്തിന് ഇയാളെ ഒതുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, PV അൻവറിനെ പിടിച്ചു കൊണ്ടുപോയി മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ സതീശൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഈ ഹോൾഡ് കൂടുതലുള്ളവരെ സംബന്ധിച്ച് ആയിരിക്കും കുറച്ച് ഇത് വരിക. ഇപ്പോൾ UDF-ൽ ഈ പറയുന്ന സതീശനാണ് ക്യാപ്റ്റൻ, അദ്ദേഹത്തിന് കുറച്ച് ഹോൾഡ് കൂടുതലുണ്ട്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം പറയുന്നതിന് കുറച്ച് അപ്രമാദിത്വം കിട്ടും. എന്നാൽ മുമ്പിരുന്നവർ പറയുന്നതിനുള്ള അപ്രമാദിത്വം നേർ വഴിയായിട്ടേ പോകത്തുള്ളൂ. ഇപ്പം K. സുധാകരൻ പറയുന്നതിന് അത്ര കണ്ട് ഒരു അപ്രമാദിത്വം കിട്ടണമെന്നില്ല, K. മുരളീധരൻ പറയുന്നതിന് അപ്രമാദിത്വം കിട്ടണമെന്നില്ല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നതിന് കിട്ടണമെന്നില്ല. ഇവർക്കെല്ലാം ഇദ്ദേഹത്തിന് ഇഷ്ടവുമാണ്. ആരെ? അൻവർ അത്ര ഒരു ക്ലീൻ ഫാക്ട് ഒന്നുമല്ല. പക്ഷെ എന്തുകൊണ്ട് ലീഗ് പറയുന്നത് വെച്ചാൽ ജനാധിപത്യത്തിൽ നമ്മൾ വോട്ടെടുപ്പ് രാഷ്ട്രീയത്തിൽ വോട്ട് എന്ന് പറയുന്ന ഒരു വലിയ ഘടകമാണ്. ജനങ്ങളുടെ ആ ഇടുന്ന അവരുടെ അതുകൊണ്ടാണല്ലോ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയത്. അതെ, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയവരുടെ വോട്ടൊക്കെ. അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. ഇവർക്ക് പഞ്ചായത്ത് ഇലക്ഷനിൽ നിലമ്പൂർ പോലൊരു സ്ഥലത്ത്, മലപ്പുറം പോലൊരു സ്ഥലത്ത് ഇദ്ദേഹത്തിന് ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കാൻ കഴിയും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളൊക്കെ പൊട്ടിക്കാൻ കഴിയും, ലീഗിന്റെ സ്ഥാനാർത്ഥികൾ തന്നെ പൊട്ടിപ്പോകും. കാര്യം ഇദ്ദേഹം ഒരു സ്വതന്ത്രം നിർത്തിയാൽ മതി. എന്നിട്ട് ഇദ്ദേഹം ഇറങ്ങി 10 വീട്ടിൽ കയറിയാൽ ആകെ 1000 വോട്ട് 2000 വോട്ടുള്ള മണ്ഡലത്തിലൊക്കെ സുഖമായിട്ട് വോട്ട് കിട്ടില്ല. അപ്പോൾ ഇതിൽ ഇത്രേ പറയാനുള്ളൂ. അൻവർ ഒരു ക്ലീൻ ഫാക്ട് ഒന്നുമല്ല. പക്ഷേ ഈ പറയുന്ന രീതിയിൽ KPCC യോഗത്തിൽ അൻവർ ഫാക്ടർ ഇന്ന് പൊങ്ങി വരിക തന്നെ ചെയ്യും. കാര്യം അവർ ജയിച്ചു. ഇന്ന് 3 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. MLA ആയിട്ട് ആര്യാടൻ ഷൗക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അദ്ദേഹം പാളയത്തിന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രമൊക്കെ സമർപ്പിച്ചിട്ട് അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്കായിട്ട് അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹം 3 മണിക്ക് അദ്ദേഹം എത്തും. അദ്ദേഹം വരും, അദ്ദേഹം സത്യപ്രതിജ്ഞ പങ്കെടുക്കും. ഏതായാലും നിലമ്പൂർ അവർ ജയിക്കുമ്പോൾ ഇനി അവരുടെ മുന്നിലേക്ക് വരുന്നത് പഞ്ചായത്ത് ഇലക്ഷന്റെ ഒരു വലിയ പ്രഹേളികയാണ്. ആ പഞ്ചായത്ത് ഇലക്ഷൻ പ്രഹേളിക അവർ എങ്ങനെ നേരിടുമെന്നുള്ളത് ഇന്ന് അവർ ചർച്ച ചെയ്യും. പഴയ കോൺഗ്രസ് അല്ല. നമ്മൾ സതീശനെ ക്യാപ്റ്റൻ എന്നും രമേശിനെ മേജർ എന്നും ഒക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴും സതീശൻ പഴയ സതീശനല്ല.
ഒത്തിരി ഉപതെരഞ്ഞെടുപ്പുകൾ അദ്ദേഹം കണ്ടു. എങ്ങനെ ഇലക്ഷൻ കൊണ്ടുപോകണമെന്ന് സതീശൻ അറിയാം, എങ്ങനെ ഗെയിം കളിക്കണമെന്നറിയാം, പാർട്ടിക്കകത്ത് എങ്ങനെ ഓതിരം ഘടകം കളിക്കണമെന്നും സതീശൻ അറിയാം.